വഴിക്ക് വെച്ച് പരിചയപ്പെട്ടാണ് അശോകേട്ടനെ. അപ്പോൾ ആള് നമ്മളെയും കൊണ്ട് എല്ലാ സ്ഥലങ്ങളും കാണിക്കുകയാണ്. എന്ത് സ്നേഹമുള്ള മനുഷ്യന്മാരല്ലേ ഇവിടെ. കക്ക വരാൻ പോകുന്ന ചേട്ടന്മാർ വരുന്നത് ഇതൊക്കെ കടമക്കുടി സ്പെഷ്യൽ കാഴ്ചകളാണ്. പണ്ട് പാലം വരുന്നതിന് മുന്നേ ഈ കാണുന്നതായിരുന്നു ഇത്ര ഇവരുടെ വരാപ്പുഴ പോകുന്ന വഴി. ഈ സൈഡിൽ കാണുന്ന വരമ്പ് അത് റോഡാണോ? അത് അല്ലല്ലേ, വരമ്പാണ്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? പൊളിയല്ലേ. കാരണം നിങ്ങളെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഇല്ലേ? അതെ അതെ ശരിയാ. നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ല ഞങ്ങൾ. ഓക്കെ, ഇതിപ്പോ വളരെ പുറത്തേക്ക് തന്നെ കിടക്കും. ഹലോ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുകയാണ്. നല്ല ഉറക്കക്ഷീണുണ്ട്. രാവിലെ ഒരു 6:30 സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? നമ്മൾ നിൽക്കുന്നത് ചേന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളം ജില്ലയിലുള്ള ചേന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇതിലൂടെ നമുക്ക് മറ്റേ വാട്ടർ മെട്രോ സർവീസൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഇന്ന് പോകുന്നത് കടമക്കുടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമമുണ്ട് എറണാകുളത്ത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇത്തവണ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്റ്റേ അടിച്ചു ഒരു ഹോം സ്റ്റേയിൽ. ജെറി എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ഹോം സ്റ്റേയിലാണ് ഞാൻ സ്റ്റേ അടിച്ചത്. അതാ കാണുന്നതാണ്, ആ വെള്ളം മതിലില്ലേ, അവിടെയാണ് ജെറിയുടെ വീട് വരുന്നത്. അതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നമുക്ക് തന്നിരിക്കുകയാണ് സ്റ്റേ ചെയ്യാനായിട്ട്. അധികം റേറ്റൊന്നും ആയില്ല. ഞാൻ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പം നിങ്ങളാരെങ്കിലും വരുവാണെങ്കിൽ പുള്ളിനെ വിളിച്ചിട്ട് ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്താൽ മതി. നമ്മൾ പോകുന്നത് കടമക്കുടിയാണ്. കടമക്കുടി ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴും ഈ സ്ഥലവും അടിപൊളിയാണ്. ഞാനിവിടുത്തെ കുറച്ച് ഷോർട്സ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സമയത്ത് വരണം, ഒരു 6 മണി 6:30 സമയത്ത് വരണം. അടിപൊളിയാണ്. സൺറൈസ് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, പക്ഷേ കടമക്കുടി പോയി കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റുമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്തവണത്തെ നമ്മുടെ വീഡിയോ ഇവിടെയാണ്, കടമക്കുടി, എറണാകുളം ജില്ലയിലെ കടമക്കുടി. രാവിലെ തന്നെ നമ്മൾ ചേന്നൂരിൽ നിന്ന് കടമക്കുടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ഒരു 7 മണിക്ക് എപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ചേന്നൂരിൽ നിന്ന് ആക്ച്വലി കടമക്കുടിയിലേക്ക് നമുക്ക് 4 വീലറിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റോഡ് മാർഗം പോകാനായിട്ട് അവിടെ തന്നെ നമുക്ക് ജങ്കാർ സർവീസ് ഉണ്ട്. അപ്പം ആ വഴിയും നമുക്ക് കടമക്കുടി എത്താൻ പറ്റും. അത് കുറച്ചുകൂടി ഷോർട്ട് റൂട്ടായിരിക്കും. അപ്പം അതുവഴി പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോവാം. ഞാനിപ്പം ഇന്ന് റോഡ് മാർഗം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് കടമക്കുടി ഐലൻഡ്സ് എത്തി. എറണാകുളത്ത് നമ്മൾ സാധാരണ കാണാറുള്ള ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ മട്ടാഞ്ചേരി അതുപോലുള്ള സ്ഥലങ്ങൾ മാറ്റി നിർത്തി ഇതുപോലുള്ള കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കടമക്കുടി. കൊച്ചി സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഐലൻഡിലേക്ക് വരാനായിട്ട്. വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട ഈ ഒരു ഐലൻഡിൽ സൺസെറ്റ് വ്യൂ അടിപൊളിയാണ്. അതുകൂടാതെ കുറേ തരം പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ കടമക്കുടി എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ബാക്കിൽ കടന്ന് കണ്ടോ, അത് അക്വേറിയസ് എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. നോക്കിട്ടാ, ഇതിനകത്ത് നമുക്ക് കയാക്കിങ് പരിപാടികളൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്ത് അവിടെ കുറച്ച് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ നമുക്ക് ആ പരിപാടികളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ
കിടിലൻ സൺറൈസ് ഒക്കെ കണ്ട് നമ്മളിതാ കടമക്കുടി എത്തിയിരിക്കുകയാണ്. കടമക്കുടി ഐലൻഡ്സ്. ഇത് ഈ കാണുന്ന വാട്ടർ ബോഡീസിലൊക്കെ, അതായത് ഈ കാണുന്ന വെള്ളത്തിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു അക്വേറിയസ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കയാക്കിങ്ങും പിന്നെ മാംഗ്രൂവ് വിസിറ്റൊക്കെ ചെയ്തു തരുന്നൊരു പരിപാടിയാണ്. കണ്ടോ, അടിപൊളിയല്ലേ? ഇത് നോക്ക്, ബോട്ട് സർവീസ് കണ്ടോ. അത് പോയി ചോദിക്കണം അത് എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ. ഇവിടെ കുറേ എന്താ പറയുക, മീൻ കൃഷി ഉണ്ട് കേട്ടോ. മീൻ കൃഷിയുടെ പരിപാടി കുറച്ചുണ്ട് ഇവിടെ അധികം. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന പൊക്കാളിപ്പാടം ചെമ്മീൻ കെട്ട്. ഇതൊരു ചെമ്മീൻ കെട്ടാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ അവിടെ ചേട്ടന്മാരൊക്കെ അത് ചെമ്മീൻ പിടിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. ചെമ്മീൻ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ റോട്ടിൽ കൂടെ ബസ് വരുന്ന സീൻ കണ്ട, അടിപൊളിയല്ലേ? ഇതാ വരുന്നത് കണ്ട ബസ്, നീല കളറിലൊരു ബസ് വരുന്നെങ്കിൽ ടൗണിൽ പോകുന്ന ബസ്സായിരിക്കും. കടമക്കുടി എറണാകുളം ബസ്സായിരിക്കും ആ വരുന്നത്. കുറേ പേര് പിന്നെ ഇത് എക്സസൈസ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. വാക്കിങ്, എക്സസൈസ്. അവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. നേരത്തെ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. ബസ് വരുന്നത് വൈറ്റ്ല ഹബ്ബ് കടമക്കുടി. നമ്മുടെ ബാക്കിൽ കാണുന്ന അമ്പലത്തിൽ ഉത്സവമായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ ഉത്സവം കഴിഞ്ഞു. വ്യാഴാഴ്ചയായിരുന്നു കൊടിയിറക്കം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ അഴിച്ചു വയ്ക്കുന്ന പരിപാടിയാണ് ആ അമ്പലം. കടമക്കുടിയുള്ള, അയ്യോ പേര് ഞാൻ മറന്നുപോയി, ഭഗവതി ക്ഷേത്രമാണ്. ഇത് കണ്ട, ഈ റോഡിൻ്റെ ആ സൈഡും ഈ സൈഡും കൃഷിയാണ്, മത്സ്യകൃഷിയാണ്. കണ്ടോ, പിന്നെ സൈഡിൽ കണ്ടത്. ഇപ്പോൾ ഈ ഒരു വാക്കിംഗ് വേ ഒക്കെ ഇപ്പം ഇവർ റീസെൻ്റ്ലി ഇട്ടിട്ടുള്ളതാണ്. നടക്കാനായിട്ട് ആൾക്കാർക്ക് ഈവനിങ് വാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, പിന്നെ മോർണിംഗ് വാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ കടകൾ കണ്ടോ സൈഡിൽ, അതൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ വൈകിട്ടാകുമ്പം ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും അതൊക്കെ ഓപ്പൺ ആവും. ചായക്കട, ബജ്ജിക്കട. അത് കണ്ടോ, കടമക്കുടി കട്ടൻസ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ ഇപ്പുറത്തിട്ടിട്ടുണ്ട്. കണ്ടോ, ഈവനിങ് ടൈമിലാണ് ഇതൊക്കെ ഓപ്പൺ ആവുന്നത്. നമ്മൾ വന്ന ഈ ടൈമിൽ ഇത് ഓപ്പൺ അല്ല, ക്ലോസ് ചെയ്തിരിക്കുക. അങ്ങനെ അടിപൊളിയായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് കടമക്കുടി. അതെ, ആ ഭാഗത്തൊക്കെ കൃഷി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റണമെന്ന് അറിയത്തില്ല. അവിടെ ഒരാൾ മീനൊക്കെ പിടിക്കുന്നുണ്ട്. കണ്ടോ, കുറേ പക്ഷികളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആയിരത്തി 1341 നമ്മുടെ കൊച്ചി അഴിമുഖം ഒരു വെള്ളപ്പൊക്കത്തിൽ വികസിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കൂടെ ഉത്ഭവിച്ചു വന്ന ദ്വീപുകളാണ് ഇപ്പം ഈ കടമക്കുടി ഇൻക്ലൂഡ് ചെയ്യുന്ന ദ്വീപുകളൊക്കെ. കടമക്കുടി ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ 14 വ്യത്യസ്തമായിട്ടുള്ള ദ്വീപുകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. പാളയംതുരുത്ത്, പ്യാല, റുക്കനാല്, ഇതുപോലുള്ള പേരുകളിൽ 14 വ്യത്യസ്തമായിട്ടുള്ള ദ്വീപുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് കടമക്കുടി ഐലൻഡ്സ്. ചെമ്മീൻ ഫാമുകളും പിന്നെ പൊക്കാളി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം നെല്ലുണ്ട്, അതിൻ്റെ കൃഷിയുമാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യാറ്. അതായത് 6 മാസം നെൽകൃഷിയും 6 മാസം ചെമ്മീൻ കൃഷിയും അതുപോലെയാണ് ഇവരിവിടെ കൃഷി ചെയ്യാറ്. അതുകൂടാണ്ട് വിവിധ ഇനം പക്ഷികൾ, കുറേ ടൈപ്പ് പക്ഷികളെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഈ പക്ഷി നിരീക്ഷകരുടെയും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഒക്കെ ഒരു പർദീസയാണ് നമ്മുടെ ഈ കടമക്കുടി ഐലൻഡ്സ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നിലേക്ക് പോയപ്പം അവിടെ ഒരു ബോട്ട് സർവീസ് കണ്ടു. നമ്മളെ കടമക്കുടി വരികയാണെങ്കിൽ ആനന്ദ് ചേട്ടൻ്റെ, ഞാൻ അങ്ങോട്ട് വരാം ഇടന്ന് ഒരു മിനിറ്റ് ഇതായിരുന്നു. ആനന്ദ് ചേട്ടൻ്റെ ഈ ഒരു ബോട്ട് സർവീസും കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന് എത്രയായിട്ട് പെർ ഹെഡ് 200? അത് ചേട്ടനോട് സംസാരിച്ച് വേണമെങ്കിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഇത് ഇതിനകത്ത് കൂടെ നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യം തരുന്നുണ്ട്. അപ്പം ആനന്ദ് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ വന്നിട്ട്. നീല കളർ ബോട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ആളുടെ അടുത്തേക്ക് വന്നോ. ഓക്കെ, നമ്മളിപ്പോൾ പതുക്കെ ഒരു
വഞ്ചി പരിപാടിയിലേക്ക് കടക്കാൻ പറ്റുമോ നോട്ടെ. ഇത് ആക്ച്വലി ഇത് ചെമ്മീൻ കെട്ടാണോ ചേട്ടാ? എല്ലാ കാര്യം പറഞ്ഞു. ആ ഓക്കെ. അതിക്കുള്ളിൽ വേണം, കുഴപ്പമില്ല. ഇല്ല 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 ഇല്ല. ഇത് കണ്ടോ, അതൊരു ചെമ്മീൻ കെട്ടാണ്. അപ്പോൾ നമ്മളെ ഇതിനകത്തേക്ക് കടത്തിയിട്ട് ചെറിയൊരു വഞ്ചി ട്രിപ്പ്. ചേട്ടൻ്റെ പേര് മറന്നുപോയി. അശോകൻ ചേട്ടൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്താ സീനറി അല്ലേ. നമുക്ക് സൺറൈസ്, ചെമ്മീൻ കെട്ട്. ഊഹൂ. വഞ്ചി ഇറക്കാൻ പോവാണ. ഇതെന്ത് ചേട്ടാ? ഇതെന്താണ്? അത് ശരി. കണ്ടോ ഉണ്ട്. ഹലോ, ഇതിലൂടെയാണോ പോണ്ടത്? ആ അടിപൊളി. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇതിവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ വഞ്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അശോകൻ ചേട്ടൻ ബാക്കി പോയി വഞ്ചി തുഴയാനുള്ള സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രൈവറ്റ് ആണോ ചേട്ടാ ഈ സ്ഥലം? ഈ ബണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പുഴ ഇപ്പൊ ഞങ്ങൾ ഇത് പബ്ലിക്കാണ്. അത് ശരി, ഗവൺമെന്റിന്റെ അല്ലേ? കിട്ടാണ് പല ആ ഹാ ഹാ. ഓ, അവരെവിടെയുള്ളത്? ഇവിടെ തന്നെ ഉള്ളവരാ? ഇത് എങ്ങടെ പോകണം, അങ്ങോട്ട് പോകണമെങ്കിൽ ചേട്ടാ ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ. ആ പാലത്തിൻ്റെ അടി ഇവിടെ പോകാൻ. ഓക്കെ. കാരണം നിങ്ങളെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം ഇല്ലേ? അതെ അതെ, ശരിയാ. നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ. ഇതിപ്പോ മുളകര പുറത്തേക്ക് തന്നെ കിടക്കും. അധികോടെ. ഇവിടെ അങ്ങനെ വഞ്ചി സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ പോകുന്നത് എന്തല്ലേ, സൺറൈസ് ആൻഡ് വഞ്ചി. നമ്മളിതാ പാലത്തിനടിക്ക് കയറുകയാണ്. അടിപൊളി. ഇതാണ് കടമക്കുടിയുടെ ഭംഗി. എന്റെ കൂട്ടുകാരനാവൂല, അനിയനാ? അത് ശരി. ആ, ഞാൻ അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. ആലുവ പോകുന്ന KSRTC മിനി ബസ്. ആ പോകുന്നു. മിനിയല്ലേ? ചെറിയ സ്ഥലം. ഇതാണ് കടമക്കുടിയുടെ ഭംഗി. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ആകമരം. അവിടെ കൊക്കിരിക്കുന്നൊക്കെ കാണാനില്ലേ? ഇതിലുണ്ട്. സൂം ചെയ്തൊക്കെ കിട്ടി. അടിപൊളി കൊക്കാണ്. നല്ല വലിയ കൊക്കാണല്ലോ. അതല്ലേ, പക്ഷെ അത് കാണാനില്ല. ഇത് ഈ ക്യാമറയിൽ കുറച്ച് ഇവിടെ മീൻ കൃഷിയുള്ളതുകൊണ്ട് ഇതുപോലുള്ള പക്ഷികൾ കുറെ വന്നിരിക്കും. നമുക്ക് അടിപൊളി. കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഞാൻ മാക്സിമം സൂം ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് നമ്മുടെ അവിടെ കണ്ടുവരുന്ന നീർക്കാക്ക. വെള്ളത്തിന്റെ അടിയിൽ പോയി പോയിട്ട് മീൻ പിടിക്കുന്നു. ഇതാണ് വേറെ അടുത്തിരിക്കണേണ്ടാ. അടിപൊളി. ഇതൊക്കെ മീനിനെ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത് ചെന്ന ചിലപ്പോൾ പറഞ്ഞു പോകും. നമ്മള് ഭയങ്കര സൈലന്റ് ആണ്. അലേർട്ടായിട്ടുണ്ട്. പോയി. എന്താ വിഷല്. അശോകൻ ചേട്ടന്റെ കഥ പറഞ്ഞോണ്ടിരിക്കുക. പണ്ട് പാലം വരുന്നതിന് മുന്നേ ഈ കാണുന്നതായിരുന്നു ഇത്ര ഇവരുടെ വരാപ്പുഴ പോകുന്ന വഴി. സൈഡിൽ കാണുന്ന വരമ്പ് അത് റോഡാണോ? അത് അല്ലല്ലേ, വരമ്പാണ്. ചേട്ടന്റെ കഥ പറഞ്ഞോണ്ടിരിക്കുക. ചേട്ടൻ പണ്ട് ഇതുപോലെ മീൻ രാത്രി പിടിച്ചിട്ട് വരാപ്പുഴയ്ക്ക് പോകുന്ന വരാപ്പുഴയ്ക്ക് ഈ വഴി അങ്ങ് നടക്കുമെന്ന്. പാലം വരുന്നതിന് മുന്നേ വണ്ടിക്കൊന്നും സൗകര്യമില്ലല്ലോ, വണ്ടി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആള് നടന്നങ്ങ് പോവും. നിങ്ങൾ കുറെ കൂട്ടുകാരുണ്ടാവും അല്ലേ? പിന്നെ ചേട്ടൻ ഉണ്ടാവാറുണ്ടോ? മറ്റേ ചേട്ടൻ നേരത്തെ കണ്ട? അത് ശരി. പഠിക്കണായിരുന്നു. അപ്പൊ അനിയനാണ്. അത് ശരി. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം പുള്ളിനെ കൊണ്ട് പിന്നീട് അത് ഒരുമിച്ചാണ് പണിയൊക്കെ എടുക്കുന്നത്. പുള്ളിക്ക് 3 പെൺമക്കള്, 2 ആൺമക്കള്. എന്ത് ചെയ്യുന്ന അവര് 3 പേര് കല്യാണം കഴിഞ്ഞു. പെണ്ണുങ്ങളുടെ മോന്റെ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു. അത് ശരി. ഒരാളുണ്ട്. മോനാണോ അത്? അത് മോനാണ്. വണ്ടിയിൽ കണ്ടത്. അത് ശരി. ആനന്ദ്. കാണുന്നത് കണ്ടോ, റെഡ് റൂഫ് കണ്ടോ? അത് കടമക്കുടി കോളേജ് അല്ലേ? ഒരു വെള്ളക്കൊക്കും ഒരു നീർക്കാക്കി ഇരിക്കുന്നതൊക്കെ മീൻ പിടിക്കാനായിട്ട് അവരുടെ ഈ സമയത്താ വന്നിരിക്കാന്ന് തോന്നല്ലേ? ഉച്ചക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ പോവായിരിക്കും. ആണോ? കക്ക വരാൻ പോകുന്ന ചേട്ടന്മാർ വരുന്നത്. ഇതൊക്കെ കടമക്കുടി സ്പെഷ്യൽ കാഴ്ചകളാണ്. നീർക്കാക്ക ചിറകും വിരിച്ച് നിൽക്കുവാണ്. ഉണക്കാൻ നിൽക്കുന്ന അങ്ങനെ. അത് ശരി. അടിപൊളി. എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടാ. വെയില് കൊണ്ട് ഉണക്കാൻ നിൽക്കുന്നതല്ലേ ഇത്? വെള്ളത്തിനടി പോയിട്ട് പിടിക്കുന്ന വെള്ളം നനയാതിരിക്കുക. പണ്ടത്തെ ഒരു കള്ള് ഷാപ്പായിരുന്നു അത്. നമ്മളെ വഞ്ചിന്നൊരു ബ്രേക്ക് എടുത്തിട്ടേ ഇവിടെ ഒരു വരമ്പത്ത് കയറിയിരിക്കുകയാണ്. ഓക്കെ, ചീനവല. അടിപൊളി. അവിടെ അക്കരയാണ് ആ കാണുന്നത്. അവിടെ അടുക്കണത് അല്ലേ? കടത്ത് അത് തന്നെ. മീൻ പിടിക്കാൻ പോന്ന്. അത് ശരി. കാക്കയും പരുന്തും പിന്നെ നീർക്കാക്കയുണ്ട് അവിടെ. അങ്ങനെ അശോകൻ ചേട്ടൻ്റെ കൂടെയുള്ള വഞ്ചി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ കരയിൽ കയറിയപ്പം കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, നടക്കാൻ പോകുന്ന വഴിയിലൊക്കെ ഓപ്പൺ ജിമ്മിൻ്റെ സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ. കോർപ്പറേഷൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഇതെന്തായാലും ഒരു നല്ല ഐഡിയ ആയി. രാവിലെയും വൈകിട്ടും നടക്കാൻ വരുന്നവർക്ക് നല്ല ഉപകാരമായിരിക്കും. അപ്പം അങ്ങനെ വഞ്ചി സഫാരിയും കഴിഞ്ഞു. ഇതികൂടെ ഉള്ളൊരു വഞ്ചി സഫാരിയും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് കാറിലേക്ക് നടക്കുകയാണ്. കുറച്ചുകൂടി സ്ഥലങ്ങൾ കാണാനുണ്ടെന്നാണ് തോന്നണത്. ഞാൻ നോക്കട്ടെ, ഇനിയും സ്ഥലങ്ങൾ വല്ലതും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, എന്തായാലും വഞ്ചി സഫാരി അടിപൊളി. വഞ്ചിയിലുള്ള യാത്ര അടിപൊളി. കുറച്ചധികം ദൂരം ചേട്ടൻ്റെ കഥകളും കേട്ട് നമ്മൾ വഞ്ചിയിൽ യാത്ര ചെയ്ത്. അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ
പുലർച്ചെ ഒരു 6 മണി 6:30, പുലർച്ചെ ഇല്ല, രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ വരണം. അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5:30 ശേഷം വന്നാൽ നല്ല കിടിലൻ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കടമക്കുടി ഐലൻഡ്സ്. നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട് കണ്ടാ. അശോകേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, അടിപൊളിയല്ലേ ഇവിടെ? അത് ശരി, ചുറ്റുവട്ടം വെള്ളം. ഇവിടെ ഒന്നും മറ്റേ വെള്ളം കയറുന്ന പരിപാടിയൊന്നും ഇല്ല അല്ലേ? മഴ വന്നു കഴിഞ്ഞാല് ഒഴുകണല്ലോ, എല്ലാം ഒഴുകി പോകും. അതെ അതെ അതെ. അപ്പം അശോകന്റെ വീട് ആ ഭാഗത്തായിട്ടാണ് വരിക. ഇതിന് ബാക്ക് സൈഡ് കണ്ട, ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അവിടേക്ക് എങ്ങോട്ടാ കേട്ടെ, ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് പറവൂര്, വൈപ്പിൻ ആ സൈഡൊക്കെ വരും. അത് വഴി ഇത് ഞാറക്കല് അല്ലേ? അവിടെ ഞാറക്കല്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ LNG ടെർമിനല് കാര്യങ്ങളൊക്കെ, ഫോർട്ട് കൊച്ചി ആ സൈഡിലേക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഇതുകൂടെയാണ് നമ്മൾ നടന്നു വന്നത്. ഇപ്പം ഇതാണ് കടമക്കുടി വിശേഷങ്ങൾ. ചേട്ടന് ഇവിടെ പണ്ട് മീൻപിടുത്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞേ. 1 കൊല്ലം മുമ്പാ? അത് ശരി, അത് ശരി. പഞ്ചീകരണ ആ വഞ്ചിമൂടെ അല്ലേ നമ്മൾ പോയത്? ഇത് ചെമ്മീൻ പിടിച്ചിട്ട് നന്നാക്കണ സ്ഥലം അത്ര ഇത് കാണുന്നത്. ഇത് ചേട്ടൻ്റെ വഞ്ചി ചേട്ടാ. ഞാൻ കടമക്കുടിക്ക് കാണാനായിട്ട് വരാമെന്ന് പറഞ്ഞപ്പം വഴിക്ക് വെച്ച് പരിചയപ്പെട്ടാണ് അശോകേട്ടനെ. അപ്പോൾ ആള് നമ്മളെയും കൊണ്ട് എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ എന്ത് സ്നേഹമുള്ള മനുഷ്യന്മാരല്ലേ ഇവിടെ. അശോകേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് പഴയ വീടായിരുന്നാ? ഇത് നമ്മളെ കടമക്കുടി സെൻറ്റ് ജോസഫ്സ് ചർച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ട, ആംഗ്ലോ ഇന്ത്യൻ ചർച്ചാണ് ഇവിടെ. ആകെ 500 പേരേ ഉള്ളൂ ഇവിടെ ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ട്. അവരുടെ ചർച്ചാണ്. ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ കായൽ. ഇവിടെ ആക്ച്വലി മറ്റേ ഫെറി സർവീസ് ഉണ്ട്, ജങ്കാർ സർവീസും ഉണ്ട് അവിടെ. ഇവിടെ വണ്ടി വേണമെങ്കിൽ ജങ്കാറിൽ കയറ്റി കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ ആ വഴി പോകുന്നില്ല, കാരണം അത് എപ്പോഴാണ് വരിക നമുക്കറിയത്തില്ല. പിന്നെ ഇവിടെ കടമക്കുടി വാട്ടർ മെട്രോൻ്റെ ഒരു സ്റ്റോപ്പ് വരുന്നുണ്ട് കണ്ടോ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കടമക്കുടി വാട്ടർ മെട്രോ അടിപൊളിയല്ലേ? കടമക്കുടിയിലെ ഐലൻഡിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരെണ്ണമാണ് കേട്ടോ അത്. നോക്ക്, അതിനകത്താണ് ഇവർ വാട്ടർ മെട്രോൻ്റെ സ്റ്റോപ്പ് ഒരെണ്ണം വരുന്നത് പുതിയത്. നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നത്. നമുക്ക് ഇനി തിരിച്ചു പോകാം. നമ്മൾ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. കണ്ട, അവിടെയാണ് ജങ്കാർ വരിക. ജങ്കാർ വന്നാൽ റെയിൽ കൂടി കാറകത്ത് കയറ്റിയിട്ട് നമ്മൾ ജങ്കാറിൽ പോവാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മളിപ്പം തൽക്കാലം റോഡ് മാർഗം പോകാനുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. ഇവിടെ കടമക്കുടി തന്നെ ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പതുക്കഞ്ഞ് വേറെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക്. രാവിലെ ഇറങ്ങിയതല്ലേ, ഇപ്പോൾ സമയം 9:30-10 മണി പറയും. ഇപ്പോൾ അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് ചെറുത്. അവിടെ നിന്നാണ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഗ്രാമത്തിൽ തന്നെ. ഈ വഴിയാണ് നമ്മൾ വന്നത്. അശോകേട്ടൻ്റെ വീട്ടിൽ നിന്ന് അതുകൂടെ വന്നിട്ട് ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് പോകേണ്ടത്. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഹോട്ടലിലേക്ക് വന്നിരിക്കുക ഫുഡ് കഴിക്കാൻ. നമുക്കിവിടെ പുട്ടും കടലൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട്, പരിപ്പ് കറി, പപ്പടം, ചായ.
അപ്പോൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ വന്നു കഴിഞ്ഞാലേ നല്ല കിടിലൻ ആംബിയൻസിൽ ചായയും ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് കടമക്കുടി. ഞാൻ ഇത്രയും നാൾ എറണാകുളത്ത് ഉണ്ടായിട്ടും അല്ലെങ്കിൽ എറണാകുളത്ത് വന്നു പോയിട്ടും ഞാൻ ഈ ഒരു സ്ഥലം ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൊളി സ്ഥലമാണ്. നമ്മുടെ അശോകേട്ടൻ്റെ വീടിൻ്റെ ഭാഗത്തായാലും അല്ലെങ്കിൽ ഇതുപോലുള്ള കോമൺ ഏരിയാസ് ആയാലും നല്ല അടിപൊളി സീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം നിങ്ങൾ ഒരു ദിവസങ്ങളിൽ ഫ്രീ ആവുമ്പം ഒരു 1 ഡേ ട്രിപ്പിന് പോലെ വന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കടമക്കുടി ഐലൻഡ്. എറണാകുളത്തുള്ളവർക്കാണെങ്കിലും നല്ല അടുത്തായിരിക്കും, തൃശ്ശൂരിൽ നിന്നുള്ളവർക്കും വരാം. നല്ല അടിപൊളി വൈബ് ഉള്ള ഒരു സ്ഥലമാണ് കടമക്കുടി. നല്ല സീനിക് ആയിട്ടുള്ള കുറേ സ്പോട്ട്സ് ഉണ്ട് ഇവിടെ. ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫും പിന്നെ അവരുടെ ജീവിത രീതികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും ഈ വാട്ടർ ബോഡിയോട് ചേർന്നിട്ടാണ് എല്ലാവരുടെയും വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. മിക്കവരും മീൻപിടുത്തക്കാരാണ് ഇവിടെ ഉള്ളവർ. മത്സ്യകൃഷിയിലാണ് മിക്കവരും ഉപജീവനം നടത്തുന്നത്. അപ്പോൾ അതുപോലുള്ള അവരുടെ ലൈഫുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ വഞ്ചിയിലൊക്കെയുള്ള യാത്രാ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത് ടൂറിസം പ്രൊമോഷൻ ചെറിയ രീതിയിൽ ഇവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കണ്ടോ ഈ നടപ്പാതയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള സാധാരണക്കാർക്ക് വന്നിട്ട് ഒരു സായാഹ്നം അല്ലെങ്കിൽ രാവിലത്തെ ഒരു സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ കടമക്കുടി എന്തായാലും വരണം. അടിപൊളി സ്ഥലമാണ്. എന്തായാലും വരണം, വന്ന് ഇവിടുത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു പോകാം. ദയവേത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും കുപ്പിയും കാര്യങ്ങളൊന്നും ഇടരുത്. കാരണം ഇപ്പോൾ നമ്മൾ അശോകേട്ടനായിട്ട് സംസാരിച്ചപ്പം പുള്ളിക്കാരനും പറഞ്ഞു ഇവിടെ മറ്റേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇത് കൂടുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതുപോലുള്ള വൃത്തികെട്ട പരിപാടികളൊന്നും ചെയ്യരുത്. ഓക്കെ, നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണിത്. നിറയെ പച്ചപ്പും പിന്നെ വെള്ളവും മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അടിപൊളി ഗ്രാമമാണ്. അപ്പോൾ അത് നമ്മൾ വൃത്തികേടാക്കരുത് ഇതുപോലെ വന്നിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. ഇനിയിപ്പോൾ അടുത്തൊരു വ്ളോഗിൽ നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.